ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഉറപ്പായും അൺലൈക്ക് ചെയ്യുക. അൺലൈക്ക് ചെയ്തതിൻ്റെ കാരണം ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് തിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു താൽക്കാലിക ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, ടെക്സ്റ്റ് നൗ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതുകൊണ്ട് വാട്സപ്പ് അക്കൗണ്ട്, IMO അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് 2 അക്കൗണ്ടൊക്കെ വേണമെന്നുള്ളവർക്ക്, അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക്, അതുപോലെ ഒരു സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഉപകാരമാണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്ത് ദുർവിനിയോഗം ചെയ്യുന്ന, അതായത് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ അതിൽ ഉത്തരവാദിയാകുന്നതല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നിങ്ങളുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ IMOയിലൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ, ഇങ്ങനൊരു നമ്പറുണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു താൽക്കാലിക ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, ടെക്സ്റ്റ് നൗ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതുകൊണ്ട് വാട്സപ്പ് അക്കൗണ്ട്, IMO അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് 2 അക്കൗണ്ടൊക്കെ വേണമെന്നുള്ളവർക്ക്, അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക്, അതുപോലെ ഒരു സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഉപകാരമാണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്ത് ദുർവിനിയോഗം ചെയ്യുന്ന, അതായത് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ അതിൽ ഉത്തരവാദിയാകുന്നതല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നിങ്ങളുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ IMOയിലൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ, ഇങ്ങനൊരു നമ്പറുണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു താൽക്കാലിക ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, ടെക്സ്റ്റ് നൗ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതുകൊണ്ട് വാട്സപ്പ് അക്കൗണ്ട്, IMO അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് 2 അക്കൗണ്ടൊക്കെ വേണമെന്നുള്ളവർക്ക്, അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക്, അതുപോലെ ഒരു സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഉപകാരമാണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്ത് ദുർവിനിയോഗം ചെയ്യുന്ന, അതായത് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ അതിൽ ഉത്തരവാദിയാകുന്നതല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നിങ്ങളുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ IMOയിലൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ, ഇങ്ങനൊരു നമ്പറുണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു താൽക്കാലിക ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, ടെക്സ്റ്റ് നൗ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്.
നമുക്ക് ഇതുകൊണ്ട് വാട്സപ്പ് അക്കൗണ്ട് IMO അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് 2 അക്കൗണ്ടൊക്കെ വേണമെന്നുള്ളവർക്ക്, അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക്, അതുപോലെ ഒരു സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഉപകാരമാണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്ത് ദുർവിനിയോഗം ചെയ്യുന്ന, അതായത് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ അതിൽ ഉത്തരവാദിയാകുന്നതല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നിങ്ങളുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ IMOയിലൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ, ഇങ്ങനൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കണ്ട് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് നൗ. അത് ഞാൻ അവിടെ റീനെയിം ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. വെൽക്കം ടു ടെക്സ്റ്റ് നൗ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ്. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ സ്വന്തമായിട്ടൊരു മെയിൽ ഐഡിയോ പാസ്വേഡോ വേണമെന്നില്ല. ഫേക്ക് ഒരു മെയിൽ ഐഡി പാസ്വേഡ് കൊടുക്കാവുന്ന, ഫേക്കല്ല, താൽക്കാലികമായിട്ടാണല്ലോ. അപ്പോൾ താൽക്കാലിക ഒരു നമ്പറോ അല്ലെ ഫോൺ നമ്പറല്ല, പാസ്വേഡോ മെയിൽ ഐഡിയും കൊടുത്താൽ മതി. ബാക്കി നോക്കാം. Free unlimited calling and texting with your own free phone number. Get a free phone number. ഇവിടെ താഴെ ഗെറ്റ് എ ഫ്രീ ഫോൺ നമ്പർ എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. Text no one. Password. Edit box. Forgot. ഇവിടെ അക്കൗണ്ട് നമ്മൾ നേരത്തെ ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു താൽക്കാലിക മെയിൽ ഐഡി പാസ്വേഡ് കൊടുത്താൽ അത് ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുക. നിങ്ങൾക്ക് ആ നമ്പർ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പഴയ നമ്പർ പോയിട്ട്, അതായത് ഫോണൊക്കെ ഇപ്പോൾ ഫോർമാറ്റ് ചെയ്യുകയോ ഫോൺ പുതിയ മേടിക്കുകയോ ചെയ്താലും ആ നമ്പർ തന്നെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അല്ലാതെ ചുമ്മാ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. താഴെയായിട്ട് ലോഗിൻ with Facebook. Sign up എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. വലത്തോട്ട് സ്വൈപ്പ് ചെയ്ത് പോയാൽ മതി. Email. Edit box. Page 1 of 2. ഇമെയിൽ എന്നുള്ളടത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. India QWERTY keyboard. ഞാനിപ്പോൾ ചുമ്മാ കുറേ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. R E H W W notification 5 U ചുമ്മാ കുറേ അക്ഷരങ്ങളും നമ്പറൊക്കെ ഇട്ട് കൊടുത്തു. എത്ര വേണം കൊടുക്കാം, അതായത് ആ ബോക്സിനുള്ളിൽ നിൽക്കണമെന്നുള്ള gmail.com വരെ. എന്നിട്ട് ഞാനിവിടെ അറ്റ് കൊടുക്കുന്നു. താഴെ A S D F G G M M A I L full stop C O M എൻ്റർ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് അടിക്കാനുള്ള ബോക്സ് വരും. അവിടെ ചുമ്മാ എന്തെങ്കിലും കുറേ ലെറ്റർ ടൈപ്പ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് പാസ്വേഡിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചുമ്മാ എന്തെങ്കിലും ലെറ്റർ കൊടുക്കുക. അതായത് ലെറ്ററും നമ്പറും കൂടെ ഒരു 8 ക്യാരക്ടർ വേണമെന്നേ ഉള്ളൂ. 8 or 6 അത്രയും കണ്ടാണ് 8 എൻ്റെ വിശ്വാസം. ചുമ്മാ കുറേ ടൈപ്പ് ചെയ്യുക. F E G D 8 D F W 8 ആയി കാണും. എൻ്റർ അടിക്കുക. Done. Creating account. Password keyboard hidden. ഞാൻ ചുമ്മാ ഫേക്ക് ആയിട്ട് കൊടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. Complete captcha. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എന്താ പറയുക, ഇത് ഒരു റീക്യാപ്ചറിൻ്റെ ഒരു ഇത് വരും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. Complete the captcha to continue. Submit. ഇവിടെ I am not a robot എന്ന് പറയുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. Not ticked. Recaptcha requires verification. I'm not a robot. Tick box. അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് ടിക്ക് ചെയ്യുക.
reCAPTCHA. ഇവിടെ റീക്യാപ്ചർ വന്നു. അവിടെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. താഴെ വലതുവശത്തായിട്ട് ഇടതുവശത്തായിട്ട് അതിന് ഓഡിയോ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതാണ് നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഇച്ചിരി ആക്സസബിൾ. ഇച്ചിരി എല്ലാം മൊത്തം അതാണ് നല്ലത്. Get an audio challenge. reCAPTCHA. അവിടെ ക്ലിക്ക് ചെയ്യുക. Verify. Press. reCAPTCHA. Press play and enter the numbers you hear. അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് പ്ലേ ആൻഡ് എൻ്റർ ദ നമ്പർ എന്നുള്ളടത്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. Spin button. Showing number keyboard. 2 3 2 Service screen. Save text no one password with. അപ്പോൾ ഞാനിവിടെ എന്താ പറയുന്നത് നമ്പർ അടിച്ചു കൊടുത്തു. അവർ 2-3 പ്രാവശ്യം, ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ നമ്പർ ചോദിക്കാൻ. 2 പ്രാവശ്യം ചോദിച്ചു. ചിലപ്പോൾ 2 നമ്പർ ആദ്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ നമ്പർ അടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വെരിഫൈ ആകും. ചിലപ്പോൾ 2 പ്രാവശ്യം ചോദിക്കും, 2-3 തവണയൊക്കെ. ചിലപ്പോൾ ആദ്യം നമ്പർ ചോദിക്കും, രണ്ടാമത് ചിലപ്പോൾ അവർ വേർഡ് പറയും, അത് അടിക്കണം. അത് വീണ്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ താഴെ ഇടതുവശത്തായിട്ട് ഗെറ്റ് എ ന്യൂ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും. അപ്പോൾ നിങ്ങൾക്ക് നമ്പറാണ് അടിക്കാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് നോ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കണമെന്നാണ്. നെവർ കൊടുക്കുക. Never. But. Text no one. Text no one. Showing number. Choose a phone number. നമ്മളൊരു ഫോൺ നമ്പർ സെലക്ട് ചെയ്യണം. Number key. Continue. Enter your area code. ഒരു ഏരിയ കോഡ് അടിക്കാനാണ് പറയുന്നത്. ഞാനിപ്പോൾ ചുമ്മാ അതായത് ഒരു 3 നമ്പർ അടിക്കുക. ഞാനിവിടെ അടിക്കുന്ന നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. 2 2 3 3 5 5 maximum length reached. എൻ്റർ കൊടുക്കുക. Done. Number keyboard hidden. അങ്ങനെ ഒരു ഏരിയ The കോഡ് area ഉണ്ടെങ്കിൽ code you entered is invalid. Please try again. അങ്ങനെ ഒരു ഏരിയ കോഡ് ഇല്ല, സോറി. Enter your area. Showing number keyboard. 2 2 3 3 maximum length. Done. Number keyboard hidden. Free. In list. Area code is unavailable. We've list. Search a 4-character word or free. Search of change area code. Number free. 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 Continue. Out of list. Please wait. സോറി, ഞാൻ Text no one. അടിച്ച ഏരിയ കോഡ് തെറ്റിപ്പോയതാണ്. നിങ്ങൾ 567 എന്നൊരു നമ്പർ കൊടുത്താലും മതി. നമ്പർ കൊടുത്താൽ മതി അവിടെ. Text no. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ 567 അങ്ങനെ ഒരു നമ്പർ കൊടുക്കുക. അത് 3 പ്രാവശ്യം അടിക്കുക. കറക്റ്റ് ചില സമയത്ത് ചില നമ്പർ കിട്ടത്തില്ല. 567 എന്ന് വല്ലതും കൊടുക്കുക, അല്ലെങ്കിൽ 717 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്കപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവർ പറയും ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാൻ പറയാം. ഞാനങ്ങ് സെലക്ട് ചെയ്തു. അപ്പം ഇഷ്ടമുള്ള നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്, സോറി. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരും. അവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് Open menu. ഒരു ഓപ്പൺ മെനു എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. Notification dismissed. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ മെനു ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും മുകളിലായിട്ട് 717-508-7631. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയ നമ്പറാണിത്. അവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്പർ കോപ്പി ആവും. നിങ്ങൾക്ക് പിന്നെ എവിടെ വേണമെങ്കിലും ഇപ്പോൾ വാട്സപ്പിലോ ഇപ്പോൾ ഒരു വാട്സപ്പ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് അടിക്കാൻ പറ്റത്തില്ലേ, നമ്പർ അടിക്കാൻ പറ്റില്ല. അവിടെ ഇന്ത്യ എന്നുള്ള മാറ്റിയിട്ട് US എന്നുള്ള ആക്കുക, +1 എന്നുള്ള ആക്കുക. കോഡ് കൺട്രി കോഡ് മാറ്റുക. എന്നിട്ട് അവിടെ ഈ നമ്പർ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്പർ കോപ്പി ആവും. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോ തയ്യാറാക്കി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഉറപ്പായിട്ടും. ഓക്കെ, വാട്സപ്പിൽ അല്ലെങ്കിൽ IMOയിൽ അല്ലെങ്കിൽ അതുപോലത്തെ മെസ്സഞ്ചറുകളിൽ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ നമ്പർ വെച്ചൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.
അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.